കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായി കുണ്ടായി ചൊക്കന പ്രദേശങ്ങൾ 2 ദിവസമായി മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് 60ഓളം ആനകൾ. വേലൂർ പഴവൂർ പാടശേഖരത്തിലെ നെൽച്ചെടികൾ വ്യാപകമായി നശിക്കുന്നു. 12 ഏക്കറോളം പാടത്തെ നെൽച്ചെടികളാണ് പുഴുക്കേട് ബാധിച്ച് നശിക്കുന്നത്. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ 30 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഒരാൾ കസ്റ്റഡിയിൽ. കൊടുങ്ങല്ലൂരിൽ 22 കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. മാള പഞ്ചായത്തിലെ പഴൂക്കര മോഡേൺ കുന്നിലെ ജലസേചന പദ്ധതി നശിക്കുന്നു. ലക്ഷങ്ങൾ ചെലവഴിച്ച് ആരംഭിച്ച പദ്ധതിയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. മരതിയൂരിൽ ഫുഡ് ഡെലിവറി ബോയെ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ 2 യുവാക്കൾ അറസ്റ്റിൽ. മരതിയൂർ സ്വദേശികളായ അമ്പാടി യദുകൃഷ്ണൻ, അൽത്താഫ് എന്നിവരാണ് അറസ്റ്റിലായത്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായി കുണ്ടായി ചൊക്കന പ്രദേശങ്ങൾ 2 ദിവസമായി മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് 60ഓളം ആനകൾ. പാലപ്പിള്ളിയിൽ നിന്ന് കുണ്ടായി ചൊക്കന പ്രദേശത്തേക്കുള്ള റോഡിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത്. ഈ മേഖലയിൽ മാസങ്ങളായി ആനകളുടെ സാന്നിധ്യമുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവ അക്രമാസക്തരായതാണ് നാട്ടുകാരെ ഭീതിയിലാക്കുന്നത്. ആദിവാസി വിഭാഗങ്ങളും തോട്ടം തൊഴിലാളികളും ഏറെയുള്ള പ്രദേശമാണിത്. ആനകൾ കൂട്ടത്തോടെ ഇവിടേക്ക് എത്തിയതോടെ നാട്ടുകാരുടെ സ്വൈര്യജീവിതം തകർന്നിരിക്കുകയാണ്. പ്രദേശത്തെ പറമ്പുകളിലും റബ്ബർ തോട്ടങ്ങളിലും ആനകൾ ഇറങ്ങി ഭീതി വിതയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസം കുണ്ടായിയിൽ റോഡിൽ പിടിയാന ഇറങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിന് സമീപത്തായി റോഡിൽ നിലയുറപ്പിച്ച ആനക്കൂട്ടം വഴിയാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്തിരുന്നു. കാട്ടാനാക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് വഴിയാത്രക്കാർ രക്ഷപ്പെടുന്നത്. കാടുമൂടിയ റബ്ബർ തോട്ടത്തിൽ നിന്ന് റോഡിലേക്കിറങ്ങുന്ന ആനകളെ അടുത്തെത്തുമ്പോഴാണ് വാഹനയാത്രക്കാർക്ക് കാണാൻ കഴിയുന്നത്. വനാതിർത്തികളിൽ കിടങ്ങുകൾ തീർത്ത് ആനകളെ തടയുകയാണ് ഏക പോംവഴി. ഇതിനായി പലതവണ നാട്ടുകാർ വനം വകുപ്പിൽ പരാതി നൽകിയെങ്കിലും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് അധികാരികൾ ഒഴിഞ്ഞുമാറുകയാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനകളെ തടയാൻ യാതൊരു മാർഗവുമില്ലെന്ന നിലപാടിലാണ് വനപാലകർ. അതുകൊണ്ട് തന്നെ ഏതു സമയത്തും അക്രമാസക്തരാകുന്ന ആനകൾക്കിടയിൽ ജീവിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. അധികൃതർ ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്. വേലൂർ പഴവൂർ പാടശേഖരത്തിൽ നെൽച്ചെടികൾക്ക് വ്യാപകമായി പുഴുക്കേട് ബാധിച്ചത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. 12 ഏക്കറോളം പാടത്തെ നെൽച്ചെടികളെയാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. 25 ഏക്കർ വരുന്ന പാടശേഖരത്തിലെ 12 ഏക്കറോളം വരുന്ന പാടത്തെ നെൽച്ചെടികളിലാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. നെൽച്ചെടിയുടെ കട മുതൽ തണ്ടും ഇലകളും കരിഞ്ഞുണങ്ങി നശിക്കുകയാണ്. പുഴുക്കേടാണ് നെൽച്ചെടികളെ ബാധിച്ചിരിക്കുന്നതെന്ന് സന്ദർശനം നടത്തിയ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. 2-3 തവണകളായി കീടനാശിനികൾ തെളിച്ചെങ്കിലും ഫലപ്രദമാകുന്നില്ല. ഭൂരിഭാഗം കർഷകരും പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്തിട്ടുള്ളത്. കൃഷിനാശം കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇതിലിപ്പോ ഞങ്ങള് കർഷകരെ എന്നുള്ള രീതിയിൽ ഭയങ്കര പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. ഇപ്പോൾ നെല്ല് ഇതേപോലെ തനി വൈക്കോലിന്റെ രൂപത്തിലെ അടിങ്ങനെ പഴുപ്പ് മാറി മാറി ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യം മരുന്നടിക്കുന്നു. എന്നിട്ടും കൃഷി ഓഫീസർ വന്ന് ഇവിടെ നോക്കി അവരുടെ നിർദ്ദേശാനുസരണം 1-2 പ്രാവശ്യം മരുന്നടിച്ചു. എന്നിട്ടടക്കം ഈ നെല്ല് ഇപ്പോഴും ഈ അവസ്ഥയിൽ തന്നെയാണ്. ഡിസംബറിന്റെ അവസാനത്തിൽ കൊയ്ത്ത് നടത്തേണ്ടതാണ്. എന്നാൽ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങിയും ചീഞ്ഞും നശിക്കുന്നത് ഭീമമായ നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കുക. ഇതിനു പുറമെ കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നതും കർഷകർക്ക് പ്രതികൂലമായി മാറുകയാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കാറിൽ കടത്തുകയായിരുന്ന 30 ചാക്കോളം ഹാൻസാണ് വടക്കാഞ്ചേരി പോലീസ് പിടികൂടിയത്. ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെ വാഹന പരിശോധനയ്ക്കിടെയാണ് ലഹരി പിടികൂടിയത്. വാഹന ഡ്രൈവർ മലപ്പുറം പാലപ്പെട്ടി സ്വദേശി അബ്ദുൾ നിഷാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അങ്കമാലിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് കടത്തുകയായിരുന്ന ഹാൻസാണ് പിടികൂടിയത്. വടക്കാഞ്ചേരി CI റിജിൻ N തോമസിന്റെ നേതൃത്വത്തിൽ SI ഹുസൈനാർ, CPMമാരായ സൈനുദ്ദീൻ, പൗലോസ്, മനോജ് എന്നിവർ ഹാൻസ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിൽ 22 കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി അറസ്റ്റിൽ. തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശി നാസറിനെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുണും സംഘവും അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരത്ത് താമസക്കാരനായ എറണാകുളം ഉദ്യോഗമണ്ഡൽ സ്വദേശി ജയേഷ്, തൊടുപുഴ സ്വദേശി അൻസൽ എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കഞ്ചാവ് കടത്തിയ ജയേഷിനും അൻസലിനും കഞ്ചാവ് വാങ്ങാനായി 35,000 രൂപ ഗൂഗിൾ പേ വഴി അയച്ചു നൽകിയത് നാസറാണെന്ന് പോലീസ് പറഞ്ഞു.
മാള പഞ്ചായത്തിലെ പഴൂക്കര മോഡേൺ കുന്നിലെ ജലസേചന പദ്ധതി നശിക്കുന്നു. പട്ടികജാതി വിഭാഗക്കാർ താമസിക്കുന്ന മേഖലയിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് പദ്ധതി ആരംഭിച്ചത്. പഴൂച്ചിറയിൽ ഷെഡ് നിർമ്മിച്ച് ആദ്യം സ്ഥാപിച്ച മോട്ടോർ പുറത്തു കിടന്ന് തുരുമ്പെടുത്ത് നശിച്ചു. തുടർന്ന് ഷെഡിൽ സ്ഥാപിച്ച മറ്റൊരു മോട്ടോർ ഇതുവരെയും ഉപയോഗിക്കാതെ നശിച്ചു. പട്ടികജാതി വിഭാഗങ്ങൾക്കായി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇല്ലാതായിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി ഉയർന്ന സ്ഥലത്ത് നിർമ്മിച്ച ടാങ്ക് നാശത്തിന്റെ വക്കിലാണ്. നമുക്കങ്ങനെ ഒരു ഉപകാരമില്ല. തന്നെയാണ് ഞങ്ങൾ വെറുതെ ഫ്രീ കൊടുത്തിട്ടുണ്ട്. ഇത് വിട്ട് നമുക്ക് ഉപകാരം കൂടിയില്ലാണ്ട് വെറുതെ ഇങ്ങനെ കിടക്കണം. എല്ലാം ഒട്ടെടുക്കുമ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ഇതിന്റെ മുകളിൽ നിന്ന് കയറി റൗണ്ട് വെച്ച് അവർ പോവും. പിന്നെ ഇല്ല ഈ പരിപാടി. ഇതാണ് ഇപ്പൊ ചെയ്തു തരാന്ന് പറയും, ചെയ്യലില്ല. 2 കുടുംബങ്ങൾ വിട്ടു നൽകിയ സ്ഥലത്താണ് ടാങ്ക് നിർമ്മിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ തുടക്കത്തിൽ ഇരുമ്പ് കൊണ്ടുള്ള പൈപ്പ് സ്ഥാപിച്ചിരുന്നത് പിന്നീട് PVC-യിലേക്ക് മാറ്റുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇത്തരത്തിൽ ഓരോ മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ നാട്ടുകാർ പദ്ധതി പ്രാവർത്തികമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 40 വർഷം മുൻപാണ്. പലപ്പോഴായി ലക്ഷങ്ങൾ ചെലവഴിച്ചതിൽ അഴിമതി നടന്നതായി ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ ജോയ് മാതിരപ്പിള്ളി പട്ടികജാതി പട്ടികവർഗ കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ മാള പഞ്ചായത്തും ജില്ലാ പട്ടികജാതി വികസന ഓഫീസറും ചേർന്ന് ചർച്ച നടത്തി തീരുമാനമെടുക്കാൻ സംസ്ഥാന കമ്മീഷണർ നിർദ്ദേശിച്ചിരുന്നു. പദ്ധതി വിജയകരമായി നടപ്പാക്കുന്നതിന് ഇപ്പോൾ ചിറയിലെ വെള്ളം മാത്രമാണുള്ളത്. പട്ടികജാതി വികസന ഫണ്ട് ലഭ്യമാക്കി മോഡേൺ കുന്ന് ജലസേചന പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കേണ്ടത്. TCV ന്യൂസ്, മാള. പാവറട്ടി മരതിയൂരിൽ ഫുഡ് ഡെലിവറി ബോയിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ 2 യുവാക്കൾ അറസ്റ്റിൽ. മരതിയൂർ സ്വദേശികളായ അമ്പാടി യദുകൃഷ്ണൻ, പുതുവീട്ടിൽ അൽത്താഫ് എന്നിവരെയാണ് പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. അകലാട് സ്വദേശി മുഹമ്മദ് ആദിലിനാണ് കഴിഞ്ഞ ദിവസം കുത്തേറ്റത്. ബൈക്കിൽ പോകുമ്പോൾ റോഡിലൂടെ നടന്നുപോകുകയായിരുന്ന യുവാവിന്റെ ദേഹത്തേക്ക് വെള്ളം തെറിച്ചിരുന്നു. ഇതേ ചൊല്ലിയുണ്ടായ തർക്കമാണ് പിന്നീട് കത്തിക്കുത്തിൽ കലാശിച്ചത്. അന്നമനടയിൽ യുവാവ് പുഴയിൽ മുങ്ങി മരിച്ചു. കല്ലൂർ സ്വദേശി കളത്തിൽ 23 വയസ്സുള്ള രാഹുലാണ് മരിച്ചത്. മാള ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു. തൊഴിൽ നിയമങ്ങളിൽ അടിക്കടി ഭേദഗതി വരുത്തുമ്പോൾ തൊഴിലാളി സംഘടനകളോട് ആലോചിക്കാതെ നടപ്പാക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സമീപനം അംഗീകരിക്കാനാകില്ലെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. AITUCയുടെ നേതൃത്വത്തിലുള്ള കേരള സ്റ്റേറ്റ് കയർ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ക്യാമ്പ് കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറഞ്ഞ കൂലിയും തൊഴിൽ സുരക്ഷയും ഉറപ്പാക്കാനാവാത്ത ഏത് ഭേദഗതിയും അംഗീകരിക്കുവാനാവില്ല. മാസം 26,000 രൂപ തൊഴിലാളിക്ക് ലഭിക്കുവാൻ വ്യവസ്ഥയുണ്ടാകണം. കരാർ തൊഴിലും ഫിക്സഡ് ടൈം തൊഴിലും രാജ്യത്തെ എല്ലാ തൊഴിൽ സുരക്ഷാ സംവിധാനവും തകിടം മറിയുമെന്നും രാജേന്ദ്രൻ പറഞ്ഞു. VR സുനിൽകുമാർ MLA അധ്യക്ഷനായിരുന്നു. മുൻ MP TJ ആഞ്ചലോസ് മുഖ്യപ്രഭാഷണം നടത്തി. K വത്സരാജ്, KG ശിവാനന്ദൻ, DP മധു, PP സുഭാഷ്, CC വിപിൻ ചന്ദ്രൻ, VN ഉണ്ണികൃഷ്ണൻ, KL ബെന്നി, കൺവീനർ CK രാമനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓരോ മേഖലയിലും പ്രത്യേകം തയ്യാറാക്കി അത് പിന്നീട് ക്രോഡീകരിച്ച് AITUC സംസ്ഥാന കമ്മിറ്റി തന്നെ ഒരു ചാർട്ടർ ഓഫ് ഡിമാൻഡ് പോലെ തയ്യാറാക്കി ഗവൺമെൻറ്റിന് സമർപ്പിക്കണം. ബന്ധപ്പെട്ട മേഖലകളിൽ അതുപോലെ ആവശ്യമായ അതിനുള്ള പ്രകടനങ്ങളും ക്യാമ്പയിനും നടത്തണം. കയർ, കശുവണ്ടി, കൈത്തറി, മത്സ്യം തുടങ്ങി പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവരുടെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുവാൻ സംസ്ഥാനത്ത് പ്രത്യേക വകുപ്പ് രൂപീകരിക്കണമെന്ന് മുൻമന്ത്രി G സുധാകരൻ പറഞ്ഞു. കേരള സ്റ്റേറ്റ് കയർ തൊഴിലാളി ഫെഡറേഷൻ AITUCയുടെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂരിൽ നടത്തിയ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഡ്വക്കേറ്റ് NP കലാധരൻ മോഡറേറ്ററായിരുന്നു. PV സത്യനേശൻ, MD സുധാകരൻ, S പ്രകാശൻ, R സുരേഷ്, B മനോജ്, അഡ്വക്കേറ്റ് B മോഹൻദാസ്, NC സർവൻ, CK രാമനാഥൻ എന്നിവർ സംസാരിച്ചു. നിരവധി വിഭാഗങ്ങളായ പരമ്പരാഗത വ്യവസായത്തിലാണ് ഏറ്റവും കൂടുതൽ BLS ഏങ്ങണ്ടിയൂരിന്റെയും മഹർഷി മലയാള സ്വാമി ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മലയാള സ്വാമികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സംഘടിപ്പിച്ചു. നിത്യനികേതനം ആശ്രമം അധ്യക്ഷൻ സ്വാമി മുക്താനന്ദ യതിക്ക് നൽകി എഴുത്തുകാരനും പ്രഭാഷകനുമായ ഷൌക്കത്ത് പുസ്തക പ്രകാശനം നിർവഹിച്ചു. മലയാള സ്വാമികളുടെ ജീവിതവും ദർശനവും സമഗ്രമായി പ്രതിപാദിക്കുന്നതാണ് ഗ്രന്ഥം. ജാതിമത അനാചാരങ്ങൾക്കെതിരെ സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും പോരാടുകയും 80-ൽ പരം ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്ത മലയാള സ്വാമികൾ ഏങ്ങണ്ടിയൂർ ആശ്രമ ഗ്രാമത്തിലാണ് ജനിച്ചത്. ട്രസ്റ്റ് പ്രസിഡന്റ് കുമാരൻ പനച്ചിക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥകർത്താവ് സുനിൽ പത്മനാഭ, സുനിൽ നെടിയടത്ത്, സ്വാമി തത്വതീർത്ഥ, കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ജനമിത്രൻ തേറാമ്പിൽ, മനോജ് തച്ചപ്പുള്ളി, പ്രകാശ് കടവിൽ, പ്രൈസൻ മാസ്റ്റർ, അനിൽ പണിക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു.
വയോധികരായ സഹോദരിമാർക്ക് വീട് നിർമ്മിച്ചു നൽകാനൊരുങ്ങി യൂത്ത് കോൺഗ്രസ്. എരുമപ്പെട്ടി 5-ാം വാർഡ് മുണ്ടൻകോട് താമസിക്കുന്ന കാളിക്കുട്ടി, വത്സല എന്നിവർക്കാണ് മണ്ഡലം കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകുന്നത്. ഇവർ താമസിച്ചിരുന്ന വീട് കാലപ്പഴക്കത്താൽ ദിവസങ്ങൾക്ക് മുൻപാണ് തകർന്നു വീണത്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി, UDF നിയോജക മണ്ഡലം ചെയർമാൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ, CK നാരായണൻ, കണ്ണൻ കക്കാട്, PS സുനീഷ്, NK കബീർ, സഫീന അസീസ് എന്നിവരാണ് സ്നേഹഭവനത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകുന്നത്. കോളനിയിലെ ചില വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ആൾക്കാരാണ്, മനുഷ്യരാണ് ഇവരും എന്നുള്ള വ്യത്യാസം തിരിച്ചറിയാതെ ഇവരൊക്കെ അവഗണിക്കപ്പെട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ ഈ വീട് പൊളിഞ്ഞാല് യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി ഈ വീട് പണിതു കൊടുക്കാനായിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും, ഈ വീട് പണിതു കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി ഏറ്റെടുക്കുകയാണ്. കൊടുങ്ങല്ലൂർ നഗരസഭ 41-ാം വാർഡിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ TU രാധാകൃഷ്ണൻ, TM നാസർ, അഡ്വക്കേറ്റ് VM മുഹിയുദ്ദീൻ, MP ജോബി, യൂസഫ് പടിയത്ത്, VM ജോണി തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ശ്രീനാരായണപുരം പഞ്ചായത്ത് കേരളോത്സവത്തിന് ക്രോസ് കൺട്രി മത്സരത്തോടെ തുടക്കമായി. പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA അയ്യൂബ്, പഞ്ചായത്ത് അംഗം രാജേഷ് കല്ലിക്കാട്ട്, പൊതുപ്രവർത്തകർ, കായിക താരങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതിൽ വിദ്യാർത്ഥികൾക്കും മറ്റ് ഔപചാരികമായി ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീയിലേക്ക് വളരെ സ്നേഹപൂർവ്വം പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഉൾപ്പെടെയുള്ള എല്ലാ സഹോദരി മുഴുവൻ ആളുകളെയും വഖഫ് നിയമം മൂലം കുടിയിറക്കപ്പെടുന്ന ചാവക്കാട് മുനമ്പം നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് പാവർട്ടി ഇടവകയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാലയും യോഗവും സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് വഖഫ് നിയമം മൂലം കുടിയിറക്ക ഭീഷണി നേരിടുന്ന മുഴുവൻ കുടുംബങ്ങളെയും വഖഫ് ആസ്തി രജിസ്റ്ററിൽ നിന്നും ഒഴിവാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. പാവർട്ടി തീർത്ഥകേന്ദ്രം ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പാവർട്ടി ഇടവക പ്രസിഡന്റ് ജോസ് KD അധ്യക്ഷത വഹിച്ചു. പാലയൂർ ഫൊറോന പ്രസിഡന്റ് ജോഷി കൊമ്പൻ, ഇടവക സെക്രട്ടറി CV സേവ്യർ, പഞ്ചായത്ത് മെമ്പർമാരായ ജെറോം ബാബു, ജോസഫ് ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ അതിരൂപത പബ്ലിക് റിലേഷൻസ് വകുപ്പ് രജത ജൂബിലി അവാർഡ് മുതിർന്ന മാധ്യമപ്രവർത്തകനും കത്തോലിക്ക സഭ പത്രത്തിന്റെ സീനിയർ എഡിറ്ററുമായ ജോണി അന്തിക്കാടിന് സമ്മാനിച്ചു. തൃശൂർ സെന്റ് തോമസ് മെഡ്ലിക്കോട്ട് ഹാളിൽ നടന്ന ചടങ്ങിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പുരസ്കാരം സമ്മാനിച്ചു. മാർ ടോണി നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു. അതിരൂപത പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടർ ഫാദർ സിംസൺ ചിറമൽ, വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസ് വല്ലൂരാൻ, പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാധ്യമങ്ങൾ ചെയ്യുന്ന മാധ്യമങ്ങള് പലപ്പോഴും ക്രൈസ്തവ വിശ്വാസത്തിനും സാമൂഹ്യ നീതിക്കും മൂല്യ സംരക്ഷണത്തിനും ചിലപ്പോഴൊക്കെ മരത്തങ്കോട് കിടങ്ങൂർ വലിയുള്ളാഹി സുൽത്താൻ കുഞ്ഞുമുട്ടി മസ്താനുപ്പാപ്പ തങ്ങളുടെ ആണ്ട് നേർച്ച വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഖുത്ബിയത്ത് മജ്ലിസ്, വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, വസ്ത്രവിതരണം, ജലാലിയ റാത്തീബ്, അനുസ്മരണ പ്രഭാഷണം, ബുർദ മജ്ലിസ്, സനത് ദാന സമ്മേളനം, കുത്രാദീബ്, നേർച്ചഭക്ഷണ വിതരണം എന്നിവ നടന്നു. ഡോക്ടർ MAM മിസ്ബാഹി അൽ റാഫി പൊന്നാനി, റാത്തിബുൾ അസ്താദ് സ്വലാത്ത് മജ്ലിസ് വാർഷികം എന്നിവയ്ക്ക് നേതൃത്വം നൽകി. ചെയർമാൻ സയ്യിദ് സബീൽ തങ്ങൾ, കൺവീനർ സമറുദ്ദീൻ നിസാമി അൽ അർഷദി പാഴൂർ, സയ്യിദ് ഫസൽ തങ്ങൾ, ഷാജഹാൻ KC, ഹൈദർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അമ്പത് വർഷം മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അവരുടെ ജീവിതകാലത്ത് ജാതി മത ഭേദമന്യേ എല്ലാ ആളുകളും അവർ അഭിമുഖീകരിക്കുന്ന പല വിഷയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പ്രാർത്ഥന കൊണ്ടും മറ്റുമൊക്കെ പരിഹാരം നിർദ്ദേശിച്ചിരുന്ന ഒരു വലിയ മഹാനായിരുന്നു
ബഹുമാനപ്പെട്ട കുഞ്ഞുകുട്ടി തങ്ങൾ ഉസ്താദ് ബാപ്പ അവർകൾ. എല്ലാ വർഷവും അവർ ദേശമംഗലത്ത് ബൈക്ക് വർക്ക്ഷോപ്പിൽ മോഷണം. ഞായറാഴ്ച പുലർച്ചെ മോട്ടോർ കെയർ എന്ന വർക്ക്ഷോപ്പിലാണ് മോഷണം നടന്നത്. വർക്ക്ഷോപ്പ് ഉടമ ഹുസൈൻ റിപ്പയറിംഗിനായി നിർത്തിയിട്ടിരുന്ന ബൈക്കിന്റെ പിൻചക്രം ഊരിയ നിലയിൽ കണ്ടതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ഞായറാഴ്ച പുലർച്ചെ 2:50 ബൈക്കിൽ വന്ന് പിൻചക്രവും പെട്രോൾ ടാങ്കും ഊരി ബൈക്കിൽ പോകുന്നത് CCTVയിൽ വ്യക്തമാണ്. വണ്ടിയിലെ പെട്രോൾ ടാങ്കും കൂടി മോഷ്ടിച്ച നിലയിലാണ്. രാവിലെ ഞായറാഴ്ച ഞങ്ങൾ കടമുടക്കാണ്. അപ്പോൾ രാവിലെ ഈ വഴിക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ വന്ന് നോക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ പാർട്സ് മിസ്സായത് മനസ്സിലായി. എന്നിട്ട് CCTV ചെക്ക് ചെയ്തപ്പോഴാണ് അവർ മോഷ്ടിച്ച് പോണത് വ്യക്തമാവുന്നത്. അത് CCTVയിൽ പതിഞ്ഞുണ്ട്. അപ്പോൾ ആളുടെ ആളെ വ്യക്തമായിട്ടില്ല. അതിൻ്റെ ശ്രമത്തിലാണ്. പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിൽ നിൽക്കുന്നുണ്ട്. അതാണിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പറപ്പൂർ സെന്റ് ജോൺ നെബുംസിയാൻ ഫൊറോന ദേവാലയത്തിലെ തമുക്ക് തിരുനാൾ ഭക്തിസാന്ദ്രമായി. ആഘോഷമായ തിരുനാൾ ഗാനപൂജയ്ക്ക് ഫാദർ വിൽസൺ പിടിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ലിജോ ചിറ്റിലപ്പള്ളി തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണം നടന്നു. വികാരി ഫാദർ സെവി പുത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ ചെമ്മണ്ട എന്നിവർ തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് സഹകാർമ്മികരായി. കൈക്കാരന്മാരായ CV ഈനാശു, PV ജോസ്, NR ഫ്രാൻസിസ്, PR ജോസഫ്, ജനറൽ കൺവീനർ PD റോയ് എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. വിശ്വാസ പ്രഖ്യാപന റാലിയിൽ തിരുനാൾ പ്രദക്ഷിണത്തിൽ പങ്കുചേരാൻ മുഴുവൻ വിശ്വാസികളെയും. ചിറ്റിശ്ശേരി കണ്ണംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. നാമപ്രദക്ഷിണം, സമൂഹാർച്ചന എന്നിവ നടന്നു. തുടർന്ന് പ്രധാന ഭാഗങ്ങൾ പാരായണം ചെയ്തു. ഉച്ചയ്ക്ക് ശ്രീകൃഷ്ണ വിഗ്രഹവുമായി മടവാക്കര ആറാട്ടുകടവിലേക്ക് ഘോഷയാത്ര നടന്നു. ആറാട്ടിന് ശേഷം യജ്ഞപ്രസാദ വിതരണം, മഹാപ്രസാദ ഊട്ട് എന്നിവയുണ്ടായി. ക്ഷേത്രം ഭാരവാഹികളായ എളങ്ങല്ലൂർ മന ഗിരീശൻ, അജിത് കുമാർ കളരിക്കൽ, പ്രഭാഷ് കളരിക്കൽ, ചന്ദ്രൻ എറവക്കാട്, KV സനൂപ് എന്നിവർ നേതൃത്വം നൽകി. ഒളരിക്കര ചന്ദ്രമതിയമ്മ മെമ്മോറിയൽ ഹോസ്പിറ്റൽ സ്റ്റാഫ് വെൽഫെയർ കമ്മിറ്റിയുടെ 5ാം വാർഷികാഘോഷം നടന്നു. സാഹിത്യകാരൻ N രാജൻ ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി പ്രസിഡന്റ് MK സുനിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർമാരായ രമാവർമ്മ, രാമൻ, KR ശ്രീനാഥ്, മുകുന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. കമ്മിറ്റി വൈസ് പ്രസിഡന്റ് TA സുരേഷ്, സെക്രട്ടറി ജോബിന സിനോജ് എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിൽ 10-15 കൊല്ലത്തിനിടയിൽ ചെറുപ്പക്കാരെല്ലാവരും പുറത്തും ഇവിടെ കുറെ വയോധികരായിട്ടുള്ള റായ്പൂരിൽ നടന്ന ദേശീയ വനം കായികമേളയിൽ റൈഫിൾ ഷൂട്ടിംഗിൽ വെള്ളി മെഡൽ നേടിയ അളകപ്പനഗർ പയ്യാക്കര സ്വദേശി PJ നിജോയെ കുന്നത്തുപാടം താഴ്വാരം യുവജന സംഗമത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പറും ട്രസ്റ്റ് പ്രസിഡന്റുമായ ജിജോ ജോൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, പഞ്ചായത്ത് അംഗം പ്രിൻസ് ഫ്രാൻസിസ്, ട്രസ്റ്റ് സെക്രട്ടറി ബൈജു തട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ താഴ്വാരം ട്രസ്റ്റ് പഞ്ചായത്തിനായി സ്ഥാപിച്ച ബോട്ടിൽ ബൂത്തിന്റെ ഉദ്ഘാടനവും നടന്നു. നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദ കൂട്ട് ചാവക്കാട് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് ബോധവൽക്കരണ സന്ദേശയാത്ര നടത്തി. ചാവക്കാട് കുട്ടുങ്ങൽ ചത്തുരത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര ചാവക്കാട് ചത്തുരത്തിൽ സമാപിച്ചു. ചാവക്കാട് SHO VV വിമൽ ഉദ്ഘാടനം ചെയ്തു. സൗഹൃദക്കൂട്ട് പ്രസിഡന്റ് ഡോക്ടർ PV മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ BNI പ്രസിഡന്റ് വിനീത്, ചാവക്കാട് ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി ER സോമൻ, ഒരുമനിയൂർ മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി ജെയ്സൺ ആളൂക്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. NCC ദിനത്തിൽ ഗുരുവായൂർ നഗരത്തിലെ ദിശാ ബോർഡുകൾ തുടച്ചു വൃത്തിയാക്കി NCC കാഡറ്റുകൾ. 24 കേരള ബറ്റാലിയൻ NCCയിലെ തൈക്കാട് അപ്പു മാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കാഡറ്റുകളാണ് ഗുരുവായൂർ നഗരത്തിലെ ദിശാ ബോർഡുകൾ
വൃത്തിയാക്കിയത്. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റ് ഓഫീസർ മേജർ PJ സ്റ്റൈജു സേവന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ചിത്ര R. നായർ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് NCC ഓഫീസർ ലഫ്റ്റനന്റ് K. അബ്ദുൾ അസീസ്, സീനിയർ കാഡറ്റുകളായ ജെറാൾഡ്, CJ ആരുൺ, സോണി, അമൽ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. ചേലക്കര വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിലെ അഷ്ടമി മഹോത്സവം ആഘോഷിച്ചു. ശീവേലി, ഏകാദശവാര രുദ്രജപം, കളഭാഭിഷേകം, പ്രസാദവൂട്ട്, 3 ആനകളുടെ എഴുന്നള്ളിപ്പ്, നാഗസ്വര കച്ചേരി എന്നിവയുണ്ടായി. കിള്ളിമംഗലം ഗോപാലകൃഷ്ണന്റെ പ്രമാണത്തിൽ മേളവും ഒറ്റപ്പാലം ഹരിയുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യവും അരങ്ങേറി. അരിമ്പൂർ പഞ്ചായത്ത് കേരളോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ CP പോൾ, K. രാഗേഷ്, PA ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. എറവ് ഷട്ടിൽ ക്ലബ്, അരിമ്പൂർ ഹൈസ്കൂൾ ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ നടന്ന ബാഡ്മിന്റൺ, അത്ലറ്റിക് മത്സരങ്ങളിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. മൂർഖനിക്കര സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച തിരുമാന്താംകുന്ന് ദേശീയവിളക്ക് ഭക്തിസാന്ദ്രമായി. ക്ലബ് പ്രസിഡന്റ് MS സുരേഷ്, സെക്രട്ടറി CV സുരേഷ് കുമാർ, ട്രഷറർ PA പ്രശാന്ത് എന്നിവർ നേതൃത്വം നൽകി. നിരവധി പേരാണ് വിളക്കിന്റെ ഭാഗമായത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7280 രൂപ, പവന് 58,420 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3273 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായി കുണ്ടായി, ചൊക്കന പ്രദേശങ്ങൾ 2 ദിവസമായി മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് 60ഓളം ആനകൾ. വേലൂർ പഴവൂർ പാടശേഖരത്തിലെ നെൽച്ചെടികൾ വ്യാപകമായി നശിക്കുന്നു. 12 ഏക്കറോളം പാടത്തെ നെൽച്ചെടികളാണ് പുഴുക്കേട് ബാധിച്ച് നശിക്കുന്നത്. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ 30 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഒരാൾ കസ്റ്റഡിയിൽ. കൊടുങ്ങല്ലൂരിൽ 22 കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റ്. മാള പഞ്ചായത്തിലെ പഴുക്കര മോഡേൺ കുന്നിൽ ജലസേചന പദ്ധതി നശിക്കുന്നു. ലക്ഷങ്ങൾ ചെലവഴിച്ച് ആരംഭിച്ച പദ്ധതിയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. മരുതിയൂരിൽ ഫുഡ് ഡെലിവറി ബോയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ 2 യുവാക്കൾ അറസ്റ്റിൽ. മരുതിയൂർ സ്വദേശികളായ അമ്പാടി യദുകൃഷ്ണൻ, അൽത്താഫ് എന്നിവരാണ് അറസ്റ്റിലായത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.